So, coming back to video 2. So, I will discuss what is elastic collision. ഇതെന്താന്ന് പറഞ്ഞാൽ ഇനി പ്രൊസീഡ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഫിസിക്സിലെ കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്, ഇലാസ്റ്റിക് അല്ലാത്ത കൊളിഷൻ ഉണ്ട്. ഇൻഇലാസ്റ്റിക് കൊളിഷൻ, ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് അല്ലാത്തത്. അതിന് വ്യത്യാസം എന്താണെന്ന് അറിയണം. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റം ഈസ് കൺസർവ്ഡ്. ഇൻഇലാസ്റ്റിക് കൊളിഷനിലും മൊമെന്റം ഈസ് കൺസർവ്ഡ് എന്ന് വെച്ചാൽ ഏത് കൊളിഷനിലാണെങ്കിലും മൊമെന്റം കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. മൊമെന്റം കൺസർവ്ഡ് ആണെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവും. So I will explain what is momentum conservation. What was in the theory? What was the mass of first body? m1. What was its velocity? u1 before collision. So what is the momentum? m1 into u1. This is the momentum of first body. Okay, school syllabus alle. Mass into velocity. മൊമെന്റം ആണ്. സെക്കൻഡ് ബോഡിക്ക് എത്ര മാസ് ഉണ്ട്? m2. അതിന് കൊളിഷന് മുന്നേ എത്ര വെലോസിറ്റി ഉണ്ട്? u2. അപ്പം സെക്കൻഡ് ബോഡിയുടെ മൊമെന്റം എത്രയാണ്? m2 u2. അപ്പോൾ സമ്മപ്പ് ചെയ്തു. m1 u1 കൂടെ m2 u2 സമ്മപ്പ് ചെയ്തു. ഫസ്റ്റ് ബോഡിക്ക് കൊളിഷന് ശേഷം മാസ് മാറിയിട്ടില്ലല്ലോ, പക്ഷെ വെലോസിറ്റി മാറിയല്ലോ. എത്രയാണ് ഫസ്റ്റ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി? v1. So what is m1 v1? ഫസ്റ്റ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള മൊമെന്റം ആണ് m1 v1. സെക്കൻഡ് ബോഡിക്ക് എത്രയായിരുന്നു മാസ്? അതിപ്പോഴും m2 തന്നെയാണല്ലോ. അതിന് കൊളിഷന് ശേഷം എത്ര വെലോസിറ്റിയാ പോയിക്കൊണ്ടിരിക്കുന്നത്? v2. So what is m2 v2? മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളിഷൻ. ഐ റിപ്പീറ്റ്, m1 u1 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളിഷൻ ആണ്. m2 u2 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളിഷൻ ആണ്. ഓർമ്മയിൽ നോക്കിയേ, u1 u2 എന്താണ്? വാട്ട് ഈസ് u1 ആൻഡ് u2? കൊളിഷന് മുന്നേ ഉള്ള വെലോസിറ്റീസ് ആണ്. വാട്ട് ഈസ് v1 ആൻഡ് v2? കൊളിഷന് ശേഷമുള്ള വെലോസിറ്റീസ് ആണ്. ആകെ 2 മാസം ഉണ്ട്, 4 വെലോസിറ്റി ഉണ്ട്. 2 മാസം m1 m2, 4 വെലോസിറ്റി u1 u2 v1 v2. അപ്പൊ m1 u1 എന്ന് ഉദ്ദേശിച്ചത് ഒന്നാമത്തെ ബോഡിയുടെ മാസിന്റെ വെലോസിറ്റി കൊളിഷന് മുൻപ്, അതായത് മൊമെന്റം. m2 u2 എന്ന് ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ബോഡിയുടെ കൊളിഷന് മുന്നേ ഉള്ള മൊമെന്റം, മാസിന്റെ വെലോസിറ്റി. m1 v1 എന്ന് ഉദ്ദേശിച്ചത് അഗൈൻ മാസിന്റെ വെലോസിറ്റി, ഒന്നാമത്തെ ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള മൊമെന്റം. m2 v2 അതേമാതിരി പ്രോഡക്റ്റ് ആണ്, മാസിന്റെ വെലോസിറ്റി, രണ്ടാമത്തെ ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള മൊമെന്റം ആണ് ഈ ടൈം. ഇക്വേഷൻ ആണ്, അവ ഈക്വൽ ടു എന്നാണ് വന്നേക്കുന്നത്. മൊമെന്റം കൺസർവേഷൻ, മൊമെന്റം ഈസ് കൺസർവ്ഡ്, മൊമെന്റം ഈസ് കൺസർവ്ഡ്. കൊളിഷൻ ഇലാസ്റ്റിക് ആയാലും ഇലാസ്റ്റിക് അല്ലെങ്കിലും മൊമെന്റം കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന് മീനിങ് ഉണ്ട്. കൺസർവ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ ഫിസിക്സിലെ കൊളിഷനെ രണ്ടായി തരംതിരിച്ചേക്കുന്നു. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് അല്ലാത്തത്. ഏത് കൊളിഷൻ ആണെങ്കിലും മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റം കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. In physics, there are 2 types of collisions. In physics, there are 2 types of collisions. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. In physics, there are 2 types of collisions. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് അല്ലാത്തത്. In physics, there are 2 types of collisions. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, രണ്ട് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്നിട്ട് എഴുതേണ്ടത്, ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളിഷൻ, in the case of elastic collision, in the case of elastic collision of two bodies, momentum will be conserved. Momentum will be conserved. ബ്രാക്കറ്റിൽ എഴുതേണ്ടത്
ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുന്നത് ഇൻ ദ അതർ ടൈപ്പ് ഓഫ് കൊളീഷൻ ഓൾസോ, ഇതാണ് അതർ ടൈപ്പ് ഉദ്ദേശിച്ചത് കേട്ടോ, ഇലാസ്റ്റിക് അല്ലാത്തത്. ഇൻ ദ അതർ ടൈപ്പ് ഓഫ് കൊളീഷൻ ഓൾസോ, ഇൻ ദ അതർ ടൈപ്പ് ഓഫ് കൊളീഷൻ ഓൾസോ മൊമെന്റം വിൽ ബി കൺസർവ്ഡ്. Momentum will be conserved. Momentum will be conserved. Which means in equation equal. Which means the equation equal. M1 U1 plus M2 U2 equal to M1 V1 plus M2 V2. Which means M1 U1 plus M2 U2 equal to M1 V1 plus M2 V2. ഇതെന്താന്ന് അറിയണം. ഈ ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ബോഡിയുടെ കൊളീഷൻ മുന്നേ ഉള്ള മൊമെന്റം. ഇവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം, മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. Momentum of first body before collision. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ ഇനി എളുപ്പമാണ്. ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇവിടെ എഴുതി വയ്ക്കാം momentum of second body before collision. Momentum of second body before collision. Second bodyയുടെ momentum. Second body's momentum. എങ്ങനെ? കൊളീഷൻ മുന്നേ കേട്ടോ, ബിഫോർ കൊളീഷൻ. അതേ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാലോ. എന്താ M1 V1 എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം ആണത്, ആഫ്റ്റർ കൊളീഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെയാണ് M2 V2 എന്ന സംഭവം എന്താ? Momentum of second body രണ്ടാമത്തെ ബോഡിയുടെ momentum of second body after collision. ഇത്ര മനസ്സിലാക്കാൻ വലിയ പാടില്ലല്ലോ. ഞാനിത് മാർക്സ് ബോർഡിലേക്ക് വീണ്ടും കൊണ്ടുവരാം. അപ്പോൾ ഒരു കാര്യം മെമ്മറിയിൽ വെച്ചോളൂ, കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിലും ഈ പറഞ്ഞ ഇക്വേഷൻ ബാധകമാണ്. ഫിസിക്സിലെ ഞാനിപ്പോൾ എഴുതിയ ഇക്വേഷൻ ബാധകമാണ്, കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിലും. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറി ഏത് തിയറിയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ്റെ തിയറിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വലിയ രണ്ട് ഫോർമുല എഴുതിയല്ലോ, V1 ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് V2 ഈക്വൽ ടു. ആ രണ്ട് ഫോർമുലയുടെ ഡെറിവേഷന് നമുക്ക് ഈ ഇക്വേഷൻ ആദ്യം തന്നെ വേണം. അപ്പൊ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഇനി പറഞ്ഞിട്ട് അതിലേക്ക് വരാം, ഇക്വേഷൻസിലേക്ക് വരാം. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി എന്താണെന്നറിയണം. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി, അതാണ് കൈനറ്റിക് എനർജി. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി, കെ എന്ന് ഞാൻ ഷോർട്ട് ഫോമിൽ ഇനി പറയും പലപ്പോഴും. Kinetic energy of first body half into mass into square of velocity. ഇത് ഫസ്റ്റ് ബോഡിയുടെ ബ്രാക്കറ്റിലാണ് എഴുതട്ടെ. ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ അല്ലേ? നോക്കൂ, അപ്പൊ ഒരു ഫോർമുല അറിയണം. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നതാണ് കൈനറ്റിക് എനർജി, അതറിയണം. അതേമാതിരി കൈനറ്റിക് എനർജി ആർക്ക്? സെക്കൻഡ് ബോഡി എപ്പോഴ്? കൊളീഷൻ മുന്നേ. ഹാഫ് ഇൻറ്റു M2 ഇൻറ്റു U2 സ്ക്വയർ. മെമ്മറി നോക്കണം, 4 വെലോസിറ്റീസും U1 U2 V1 V2 2 മാസേ ഉള്ളൂ. അതെ, M1 M2 2 മാസേ ഉള്ളൂ. 4 വെലോസിറ്റി ഉണ്ട്. കൊളീഷൻ മുന്നേ 2 എണ്ണം, കൊളീഷൻ ശേഷം 2. കൊളീഷൻ കഴിയുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ആയി എന്നാണ് അസംഷൻ. അപ്പോ പറയാമോ, വാട്ട് ഇസ് ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാമോ? വാട്ട് ഇസ് ഇറ്റ്? ഹാഫ് ഇൻറ്റു M1 ഇൻറ്റു V1 സ്ക്വയർ. കൊളീഷന് ശേഷം ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി.
അപ്പോൾ ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി. എന്നിട്ട് പറയാം എന്താ u1 ഒന്നാമത്തെ ബോഡിയുടെ കൊളിഷന് മുന്നേ ഉള്ള വെലോസിറ്റിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു u1 സ്ക്വയർ. അതേമാതിരി സെക്കൻഡ് ബോഡിയുടെ കൊളിഷന് മുന്നേ ഉള്ള കൈനറ്റിക് എനർജി ke ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു u2 സ്ക്വയർ. അങ്ങനെയാണ് ഈ ടൈം എന്താ? ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു v1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കൊളിഷന് ശേഷം ഒന്നാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി. കാരണം v1 എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ കൊളിഷൻ ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റി ആണ്. v2 എന്താ? ആഫ്റ്റർ കൊളിഷൻ രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡിയുടെ കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയാണ്. ഇത് കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളിഷൻ. ഇത് ആഫ്റ്റർ കൊളിഷൻ സെക്കൻഡ് ബോഡി. ഇത് പഠിച്ചാലാണ് അടുത്തൊരു ഇക്വേഷനിലേക്ക് കയറാൻ പറ്റുക. അപ്പോൾ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തോളൂ, അടുത്ത പാരഗ്രാഫായിട്ട് നോട്ട് ചെയ്തോളൂ. വി നോ ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി. അത് എങ്ങനെയാണ്? വി നോ ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി. We know that kinetic energy of a body is half into mass into square of velocity. അങ്ങനെ തന്നെയാണ്, half into mass into square of velocity. Square of velocity. Accordingly, അത് പ്രകാരം എന്താ? ഹാഫ് m1 u1 സ്ക്വയർ ഒരു ആരോ ഇട്ടിട്ട് ke ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളിഷൻ. ഹാഫ് m2 u2 സ്ക്വയർ ഒരു ആരോ ഇട്ടിട്ട് ke ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളിഷൻ. അദ്ദേഹം ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ke ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളിഷൻ. ആദ്യം എഴുതിയത് ke ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളിഷൻ. ഇപ്പോൾ എഴുതിയത് ke ഓഫ് സെക്കൻഡ് ബോഡി ബിഫോർ കൊളിഷൻ. ഇനി ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു v1 സ്ക്വയർ ഒരു ആരോ ഇട്ടിട്ട് ke ഓഫ് ഫസ്റ്റ് ബോഡി after collision. ke of first body after collision. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം കൂടി എഴുതാലോ, ഹാഫ് m2 v2 സ്ക്വയർ. ഹാഫ് m2 v2 സ്ക്വയർ എന്താ ഈ സംഭവം? ke ഓഫ് സെക്കൻഡ് ബോഡി. ke ഓഫ് സെക്കൻഡ് ബോഡി, ke എന്ന് ഉദ്ദേശിച്ച കൈനറ്റിക് എനർജി. ke ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളിഷൻ. ke ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളിഷൻ. ഇനി എഴുതേണ്ട ഒരു പോയിന്റ്, ഇഫ് ദ കൊളിഷൻ ഇസ് ഇലാസ്റ്റിക് കൈനറ്റിക് എനർജി വിൽ ബി കൺസർവ്ഡ്. ഇഫ് ദ കൊളിഷൻ ഇസ് ഇലാസ്റ്റിക് കൈനറ്റിക് എനർജി വിൽ ബി കൺസർവ്ഡ്. ഇഫ് ദ കൊളിഷൻ ഇസ് ഇലാസ്റ്റിക് കൈനറ്റിക് എനർജി വിൽ ബി കൺസർവ്ഡ്. കൈനറ്റിക് എനർജി വിൽ ബി കൺസർവ്ഡ്. കൈനറ്റിക് എനർജി വിൽ ബി കൺസർവ്ഡ്. Therefore, ഈ സ്റ്റെപ്പ് എഴുതണം. ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ പോയിന്റ്? കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ട്രൂ ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ മാത്രമേ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആവുള്ളൂ. ഇലാസ്റ്റിക് അല്ലാത്ത കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല. എന്ന് വെച്ചാൽ ഈ സം ടോട്ടലും ഈക്വൽ അല്ലായിരിക്കും. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഈ വാല്യൂ 10 ജൂള്, ഈ വാല്യൂ 8 ജൂള്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 ജൂള് എന്ന് കിട്ടും. 10 ജൂള് കൊളീഷൻ കഴിഞ്ഞപ്പോൾ 9 ജൂളായി കുറഞ്ഞു ഫസ്റ്റ് ബോഡിക്ക്. അപ്പോൾ സെക്കൻഡ് ബോഡിക്ക് 8 ഉണ്ടായിരുന്നത് 9 കൂടി കിട്ടും. ടോട്ടൽ 18 തന്നെയാണ്. 9 9 18 അല്ലേ?
10 8 18 സിമ്പിൾ. ഒന്നാമത്തെ ബോഡിക്ക് കൊളീഷൻ മുന്നേ 10 ജൂൾ എനർജി ഉണ്ടായിരുന്നു. ഈ ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് 10 ജൂൾ എന്ന് വിചാരിക്കും. അതേമാതിരി ഹാഫ് ഇൻറ്റു രണ്ടാമത്തെ ബോഡിയുടെ മാസം ഇൻറ്റു അതിന്റെ കൊളീഷൻ മുന്നേ ഉള്ള വെലോസിറ്റി സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് 8 ജൂൾ എന്ന് വിചാരിക്കും. ടോട്ടൽ എത്രയാണ്? 18 ജൂൾ. 10 ജൂൾ കുറഞ്ഞ 9 ആയി പോയി കൊളീഷൻ കഴിഞ്ഞപ്പോൾ. ആർക്ക്? ഫസ്റ്റ് ബോഡിക്ക്. 8 ജൂള് കൂടി 9 ആയി. ആർക്ക്? സെക്കൻഡ് ബോഡിക്ക്. ഫസ്റ്റ് ബോഡിക്ക് 1 ജൂള് നഷ്ടമാണ്, ലോസ്. സെക്കൻഡ് ബോഡിക്ക് ആ 1 ജൂള് ഗെയിൻ ആണ്. സബ് ടോട്ടലിന് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കൊളീഷന് മുന്നേ ഒരാൾക്ക് 10 മറ്റേ 8 ഉണ്ടായിരുന്നു, ആകെ 18 ഉണ്ടായിരുന്നു. കൊളീഷന് ശേഷം ഈ 10 ഉണ്ടായിരുന്ന ആളുടെ എനർജി 1 ജൂള് കുറഞ്ഞു പോയി. 10 കുറഞ്ഞ് 9 ആയെന്ന് പറഞ്ഞാൽ 1 ജൂള് കുറഞ്ഞു പോയി. ആ 1 ജൂള് മറ്റേ ആൾക്ക് കിട്ടി. ഇവിടെ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് മറ്റേ ആൾക്ക് കിട്ടി. ഫസ്റ്റ് ബോഡിക്ക് 10 ഉണ്ടായിരുന്നു, അത് 9 ആയി കുറഞ്ഞു. സെക്കൻഡ് ബോഡിക്ക് 8 ഉണ്ടായിരുന്നു, അത് 9 ആയി കൂടി. 9 9 18 തന്നെയല്ലേ? കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് പെട്ടെന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി? ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയാൻ പറ്റണം. അത് ഏത് ടൈപ്പ് കൊളീഷനിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇലാസ്റ്റിക് അല്ലാത്തൊരു കൊളീഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതിൽ ഈ ഇക്വേഷൻ ബാധകമല്ല. എന്ന് വെച്ചാൽ അതിന് ബാധകം അല്ലാത്തൊരു ഇക്വേഷൻ ഞാൻ വെറുതെ എഴുതാം, നിങ്ങൾ അത് എഴുതണ്ട. 10 ജൂള്, ഇത് 8 ജൂള്. 10 ജൂള് കുറഞ്ഞ 9 ജൂളായി. ഇത് എന്താണ്? 7 ജൂളായി. 9 7 എത്രയാണ്? 16. 18 = 16 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ശരി, ഒന്നാമത്തെ ബോഡിക്ക് 10 ഉണ്ടായിരുന്നു, അത് 9 ആയി കുറഞ്ഞു. രണ്ടാമത്തെ ബോഡിക്ക് 8 ഉണ്ടായിരുന്നു, അത് 7 ആയി കുറഞ്ഞു. ആവട്ടെ, അതിനെന്താ? 9 7 16 ജൂളേ ഉള്ളൂ കൂട്ടുമ്പോൾ. ഇവിടെ 10 8 18 ഉണ്ട്. കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല എന്ന് പറയേണ്ടി വരും ഈ കേസിൽ. അപ്പോൾ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ ബാധകമാണെന്ന് വെച്ചാൽ അല്ല. ഈ എക്സാമ്പിൾ എഴുതണ്ട. നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന കൈനറ്റിക് എനർജി കൺസർവേഷനാണ്. എക്സാമ്പിളൊക്കെ പിന്നെ നമുക്ക് എഴുതാം, പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതാം. ഞാനിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു എക്സാമ്പിളൊക്കെ ഉണ്ടെന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം എക്സാമ്പിളിലേക്കൊന്നും പോകണ്ട. ഇത്തരം കാര്യം മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മൾ ഡെറിവേഷൻ തുടങ്ങാൻ പോകണം. നമ്മൾ 2 ഫോർമുലകൾ എഴുതിയല്ലോ. V1 ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കോളത്തിലെ V2 ഈക്വൽ നമ്മൾ ഫോർമുലയ്ക്ക് എഴുതിയല്ലോ. എൻ്റെ പ്രൂഫിലേക്ക് കയറാൻ പോകും. എൻ്റെ പ്രൂഫിലേക്ക് കയറി ഇത്രയും ബേസിക്സ് വേണം. ഇപ്പം പറഞ്ഞ് ഇത്രയും ഒരു അടിത്തറ ഇല്ലെങ്കിൽ അതിലേക്ക് പോയാൽ മനസ്സിലാവില്ല. ഇത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പ്രൂഫിലേക്ക് വരാൻ പോണേ. അപ്പം അടുത്ത പാരഗ്രാഫായി തുടങ്ങണം കേട്ടോ. Elastic collision is a collision where both momentum and kinetic energy are conserved. Elastic collision is a collision where both momentum and kinetic energy are conserved. Yes. Examine what is elastic collision, what is elastic allatha collision എന്ന് വെച്ചാൽ നമ്മൾ പറയണം. If the collision is elastic, both momentum and kinetic energy of the two colliding bodies are conserved, which means m1u1 plus m2u2 equal to m1v1 plus m2v2. First equation. Half m1u1 square plus half m2u2 square equal to half m1v1 square plus half m2v2 square. അതാണ് അതുമേന്നാണ് ഈ കയറി പിടിക്കാൻ മതി. അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ പരീക്ഷയ്ക്ക് ഇലാസ്റ്റിക് കൊളിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതുന്നു? A collision is said to be elastic if momentum is conserved as well as kinetic energy is conserved. രണ്ടും കൺസർവ്ഡ് ആവണം. കൺസർവ്ഡ് ആകാൻ വെച്ചാൽ ഇക്വേഷൻ ബാധകമാണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ അല്ലാത്ത ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ ഇലാസ്റ്റിക് അല്ലാത്ത കൊളിഷനിൽ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. കൺസർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആയോ? അതെ, ടു ഡയമെൻഷൻ നമുക്ക് പഠിക്കാനില്ലല്ലോ. ടു ഡയമെൻഷൻ നമ്മൾ പഠിക്കുന്ന ഡിഗ്രിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് വരുമ്പോ ഈ പ്രോപ്പർട്ടി ചേഞ്ച് ആവില്ല, പക്ഷെ ഇക്വേഷൻ ഒക്കെ ചേഞ്ച് ആവും. ഇപ്പൊ എഴുതിയ V1 ഈ V2 എന്ന് പറഞ്ഞ കോളത്തിലെ ഇക്വേഷൻ ഒക്കെ മാറും. അവിടെ ആംഗിളൊക്കെ വരും. ഒരാൾ ഇങ്ങനെ വരും, ഒരാൾ ഇങ്ങനെ വരുന്നു. എക്സാക്റ്റുമായിട്ട് ഒരാൾ ഇത്ര ഡിഗ്രി ചരിഞ്ഞ മറ്റൊരാൾ ഇത്ര ഡിഗ്രി ചരിഞ്ഞ അത് വേറെ. അതിലേക്ക് പോകും. പിന്നെ ഹയർ ക്ലാസ് പൊക്കോളും ഓട്ടോമാറ്റിക്. അപ്പൊ ഇനിയിപ്പോ എഴുതാൻ പോണത് അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ.
If the collision is perfectly elastic, both momentum and kinetic energy will be conserved. If the collision is perfectly elastic, both momentum and kinetic energy will be conserved. If the collision is perfectly elastic, both momentum and kinetic energy will be conserved. But in the case of inelastic collision, only momentum will be conserved. Only momentum will be conserved. വീഡിയോ 2 ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യട്ടെ.